ഹണിമൂൺ പോയിട്ട് വന്നതിന് ശേഷമാണ് പനി കിട്ടി. ആര് പോയി? ഞങ്ങൾ എവിടെയും പോയില്ല. ഫാമിലി ട്രിപ്പായിട്ട് പോയതല്ല. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് കുഞ്ഞുങ്ങളും മക്കളും വന്നു. വി ഹാഡ് എ നൈസ് ടൈം. അത് പിന്നെ പകുതിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ കണ്ണൂരിലേക്ക് പോയിട്ടില്ല. നിന്റെ അമ്മായിമ്മയുടെ അമ്മായച്ഛൻ്റെ വീട്ടിൽ ഞാൻ വന്നു. ഓർമ്മയില്ല. ഇപ്പൊ ഞാൻ പുള്ളിക്കാരുടെ അമ്മായച്ഛൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, നമ്മളിരിക്കുന്നത്. അതെ. അല്ല, എന്താ ഈ ഹണിമൂൺ? ഹണിമൂൺ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കട്ടെ, എന്താണ് കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം അങ്ങനെ തന്നെ വേണം. ഹണിമൂൺ എവിടെ പോയി? എങ്ങും പോയി. എന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കണം ഹണിമൂൺ. ഞങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ്, ഞങ്ങളുടെ റൂമുണ്ട്, ഞങ്ങൾക്ക് വീടുണ്ട്. വേറെ അതാ ഞാൻ ചോദിക്കണം, എന്താണ് ഈ ഹണിമൂൺ? ഹണിമൂൺ സാറേ, വിക്കിപീഡിയ പറയുന്നത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ വധുവരന്മാർ ഒരുമിച്ച് ചെലവഴിക്കുന്ന കാലയളവാണ് ഹണിമൂൺ അല്ലെങ്കിൽ മധുവിധു എന്ന് സാധാരണയായി പറയാറുണ്ട്. ശരി, കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായി, പിന്നെ ഹണിമൂണിന് സാധ്യതയില്ല. ഹണിമൂണിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക്കായി കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ എവിടെയാണ് റൊമാൻറ്റിക്കായിട്ട് ഏറ്റവും റൊമാൻറ്റിക്കായിട്ട് സ്ഥലം? ഫ്രാൻസാണ്. എനിക്ക് ഭാഷ കുറച്ച് പ്രശ്നമുണ്ട് അവിടെ. കുഞ്ഞുമൊക്കെ പിന്നെ ഫ്രഞ്ച് അറിയില്ല. പിന്നെ താജ്മഹൽ, അത് ഷാജഹാൻ്റെ ഭാര്യ മരിച്ച ഒരു കബറടക്കമാണ്. അവിടെ പോയിട്ട് നമ്മുടെ ഹണിമൂൺ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു കുറേ നെഗറ്റീവ്സ് കമൻസും കാര്യങ്ങളും വന്നിട്ടില്ല? കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ കമൻസ് ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കുഞ്ഞുമോളെ എഫക്റ്റ് ചെയ്തിരുന്നു, ഇപ്പം ഇനി കുഞ്ഞുമോളെ എഫക്റ്റ് ചെയ്യില്ല, എൻ്റെ മക്കളെ എഫക്റ്റ് ചെയ്യില്ല. ഞങ്ങളെ വിറ്റ് കാശാക്കുകയാണെന്നൊക്കെ പറയുന്ന ഈ കമൻസ് ഒക്കെ ചിരിയാ വരുന്നത് ഞാൻ അവരുടെ പൊട്ടത്തരം, അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ആ നെഗറ്റീവ് കമൻസ്. എങ്ങും പോകാൻ പറ്റില്ല, അവിടെയാണ് പ്രശ്നം. എൻ്റെ കോളേജിൽ കൂടെ പഠിച്ച ആൾക്കാർക്കറിയാം ഞാൻ ഇങ്ങനെ ഉണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വിടുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയ്ക്ക് എൻ്റെ കല്യാണത്തിന് വരണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമാവും. എത്ര പേര് വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ. എത്ര സോപ്പ് വെച്ച് വിളിച്ചാൽ 2 കൃമികൾ ഇങ്ങനെ ചാടി കളിക്കണം കണ്ടിട്ടില്ലേ? ആ 99 കഴിഞ്ഞിട്ടില്ല, ബാക്കി ആ 0 അത് രണ്ടാം വിവാഹമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ. ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുമോളെ കല്യാണം കഴിക്കുന്നത്. ഇന്നലെ ഞാൻ കഴിച്ചത് എന്താണ്, അത് ദഹിച്ചോ എന്ന് കുത്തി നോക്കാനോ അല്ലെങ്കിൽ 10 വർഷം മുന്നേ എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ച് എനിക്ക് സമയം കളയാനുമില്ല. ചില യൂട്യൂബ് ചാനലിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആണോ? നമ്മൾ അറിഞ്ഞില്ലല്ലോ. ദിവ്യ ഒറ്റയ്ക്ക്, ക്രിസ് ഇറങ്ങിപ്പോയി, മക്കളില്ലാതെ ഹരിദ്വാറിലേക്ക്. ഇതൊന്നും നടന്നിട്ടേ ഇല്ല. ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കണേ? ഇൻസ്റ്റന്റ് കോഫി കേട്ടിട്ട് ഇൻസ്റ്റന്റ് ഗർഭോ? അത് ഇത്രയും വയറ്, കല്യാണത്തിന് വയറില്ല. 14 ദിവസം കൊണ്ട് ഇത്ര 9-ാം മാസം. നമസ്കാരം. രണ്ടാം വിവാഹം കഴിച്ച് സോഷ്യൽ മീഡിയ ട്രെൻഡായിട്ടുള്ള 2 വ്യക്തികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ പഴയ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴും ഒക്കെയുള്ള വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ പുതിയ കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. സാറേ നമസ്കാരം. പനിയൊക്കെ ആയിട്ടിരിക്കും അല്ലേ? സുഖമായിട്ട് പനിയായിട്ടിരിക്കും. ഞാൻ ഇരുന്നോട്ടെ. എങ്ങനെയുണ്ട് പനി? എങ്ങനെയുണ്ട് പനി? ഇതാ എന്നെ കണ്ടിട്ട് ഇപ്പം തോന്നുന്നു. കണ്ടിട്ട് പനിയൊന്നും ഇല്ല അല്ലേ? അതങ്ങനെയാണ്. ഇല്ല, പേടിക്കണ്ട. എന്തായാലും ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവില്ല ഇവിടെ. പനി വരും. അല്ല, ഞാൻ എന്നാളൊന്ന് വന്നിട്ട് മാറിയുള്ളൂ. കുഴപ്പമില്ല, ഇത് വന്നോളൂ, നല്ല സ്ട്രോങ് ആണ്. വന്നോളൂ. ഞങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് വന്നു. മോന് വന്നു, ഏട്ടന് വന്നു, എനിക്ക് വന്നു. അമ്മയ്ക്കും അച്ഛനും വന്നിട്ടില്ല. നല്ല പെയിനാ, ബോഡി പെയിനാ കൂടുതലായിട്ടും വരുന്നത്. ഈ ഹണിമൂൺ പോയിട്ട് വന്നതിന് ശേഷമാണ് പനി കിട്ടിയത്. ആര് പോയി? മറ്റേ ഒരു ട്രിപ്പൊക്കെ പോയില്ലേ? ഞങ്ങൾ എവിടെയും പോയില്ല. ഞങ്ങൾ പോയത്, ഞാൻ ഹൈദരാബാദിൽ NFTC നെറ്റ്ഫ്ലിക്സിൻ്റെയും ഈ പേൾ അക്കാഡമിയുടെയും ഒരു ട്രെയിനിങ് പ്രോഗ്രാം, വോയിസ് ബോക്സ്. അത് ഞാൻ വോയിസ് ട്രെയിനറാണ്, നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദ് പോയി. ഹൈദരാബാദ് പോയപ്പോൾ ശരി, കുഞ്ഞുമോളും കുട്ടികളും ഇവിടെ ഇല്ലേ, അവർ വൈകുന്നേരം നമുക്ക് പുറത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അവർ അങ്ങോട്ടേക്ക് വന്നു. അല്ലാതെ ഹണിമൂണും പോയില്ല. സത്യം, ഇതാണ് സത്യം. പോയില്ല. ഹണിമൂൺ പറഞ്ഞപ്പോൾ ഒരു നോട്ടം ഇങ്ങനെ നോക്കിയായിരുന്നല്ലോ. അല്ല, അത് എങ്ങനെ ഞാൻ എങ്ങനെ നോക്കൂ ഏട്ടനെ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നോക്കാനുള്ളതാണ്. കാരണം ഹണിമൂൺ എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും അവർ പുതിയതായിട്ട് കാണാൻ ഭംഗിയുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു മുറിക്കകത്ത് അടച്ച് ഒരു സ്ഥലവും കാണാതെ
7 ദിവസം റൂമിൽ ഓർഡർ ചെയ്ത് ആഹാരം കഴിച്ച് വയറിന് സുഖമില്ലാണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഹണിമൂൺ. അതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് പുറത്ത് പോകണം, കുട്ടികളായിട്ട് ഞങ്ങൾ സ്ഥലങ്ങൾ കാണണം. ഞങ്ങൾ ചാർമിനാർ പോയി, അവിടെ ഹൈദരാബാദിൽ ഇറാനി ചായ കഴിക്കാൻ പോയി, ഒസ്മാനിയ ബിസ്ക്കറ്റ് കഴിക്കാൻ പോയി, കറാച്ചി ബേക്കറി പോയി, എല്ലാം മെട്രോയിൽ പോയി. അപ്പം അങ്ങനെ ഞങ്ങൾ ഫാമിലി ട്രിപ്പായിട്ട് പോയതല്ല. ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് കുഞ്ഞുങ്ങളും മക്കളും വന്നു. വി ഹാഡ് എ നൈസ് ടൈം. അത് പിന്നെ പകുതിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ കണ്ണൂരിലേക്ക് പോയിട്ടില്ല. കണ്ണൂർ വീട്ടിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ലേ? അത് പോകണം. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടേ, അല്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് പണി കഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്. ഞങ്ങൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന വരാൻ അതിനിടയ്ക്ക് വി ആർ ട്രൈങ് ടു അക്കോമഡേറ്റ് ഫാമിലി. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ എമർജൻസീസ്, എക്സിജൻസീസ്, ഇങ്ങനത്തെ കമൻറ്റ് ട്രോള് എല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങും പോയില്ലേ? ബന്ധുക്കളുടെ അടുത്ത്, ആരുടെ അടുത്തും? വിരുന്നിനായിട്ട് ഇപ്പോൾ തിരുവനന്തപുരമായിട്ട്. നിന്റെ അമ്മായിമ്മയുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ ഞാൻ വന്നു. ശരിയാ, ഓർമ്മയില്ല. എന്താ പറഞ്ഞ നോക്ക്, എന്താ പറഞ്ഞ നോക്ക്. നിന്റെ അമ്മായിമ്മയുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ ഞാൻ വന്നില്ലേ? മനസ്സിലായ? അതെന്റെ അച്ഛനമ്മയല്ലേ? അത് ഞാൻ വന്നല്ലോ. പുള്ളിക്കാരുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പുള്ളിക്കാരുടെ അമ്മയച്ഛന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, നമ്മളിരിക്കുന്നത്. അതെ, കാരണം വർക്ക് ഒഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. യെസ്, ഞങ്ങൾ ട്രാവൽ ചെയ്യും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല സ്ഥലങ്ങൾ കാണുക, നല്ല ആൾക്കാരെ പരിചയപ്പെടുത്തുക, പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, പുതിയ മനുഷ്യർ, അങ്ങനെയൊക്കെ എക്സ്പോഷർ ലൈഫിൽ കിട്ടണം. ഞാൻ ചെറുപ്പത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ആ യാത്രകൾ എത്ര നല്ലതാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇനിയും യാത്രകൾ ഉണ്ടാവണം. എൻ്റെ മക്കൾക്കും ആ ഒരു സുഖം കിട്ടണം. ഒരു ഹണിമൂൺ പോകണം, അല്ലെങ്കിൽ ഹണിമൂൺ പോയാൽ എന്താണ് ഈ ഹണിമൂൺ? നമുക്ക് പറയൂ, എന്താണ് ഈ ഹണിമൂൺ? അല്ല, എന്താ ഈ ഹണിമൂൺ? ഹണിമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കട്ടെ, എന്താണ് ഈ ഹണിമൂൺ? ജോലി, കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം അങ്ങനെ തന്നെ വേണം. എന്നിട്ട് ഹണിമൂൺ എവിടെ പോയി? എങ്ങും പോയി. എന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കണം ഹണിമൂൺ. എന്നാ ഹണിമൂൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുവരുന്നൊരു കാര്യം എന്താ? ഇതൊക്കെ കാണാൻ പോകുന്നില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഈ ഹണിമൂൺ? ഹണിമൂൺ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എന്തിന്? ട്രിപ്പായിട്ട്. എന്തിന്? അവരെ മാത്രം പേഴ്സണലായിട്ടുള്ള ലൈഫിൽ അവർക്ക് അവർ കുറച്ച് നാൾ, ചിലപ്പോൾ ചിലവർ ഈ വീട്ടുകാരെല്ലാം ആലോചിച്ച് കല്യാണം കഴിക്കണവർ. അപ്പോൾ ഇവർ മാത്രമുള്ള പ്രൈവസി പോയി കഴിഞ്ഞിട്ട്, എൻ്റെ ഒരു അറിവാട്ടോ സാറിന്, അല്ല മുൻകൂട്ടി പറയണം, അറിവിൻ്റെ ആളുടെ അടുത്തിരുന്ന ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവർക്ക് ഇരുന്ന് സംസാരിക്കാനും അവരുടേതായ ഒരു ലൈഫിലേക്ക്. ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? നമ്മൾ ഇരുന്നല്ലേ ഇപ്പൊ സംസാരിക്കാം. ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ സ്ഥലമുണ്ട്. അടുത്തത്, ഓക്കെ, ഞങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ്, ഞങ്ങളുടെ റൂമുണ്ട്, ഞങ്ങൾക്ക് വീടുണ്ട്. വേറെ അതാ ഞാൻ ചോദിക്കണം, എന്താണ് ഈ ഹണിമൂൺ? എന്താണ് ഈ ഹണിമൂൺ? ഇത്രയല്ലേ? ഇരുന്ന് സംസാരിക്കാനല്ലേ? ഞങ്ങൾ ഇരുന്ന് സംസാരിക്കണ്ടേ? ഇരുന്ന് സംസാരിക്കാൻ മാത്രമല്ല, അവിടെ കറങ്ങും, പല പല സ്ഥലങ്ങൾ കാണും, കറങ്ങും. അത് കുഴപ്പമില്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ മക്കളെ കൂട്ടി പോകുന്നുണ്ട്. അപ്പൊ ആ ചോദ്യം പോയി. അടുത്ത ചോദ്യം. അല്ലേ ഹണിമൂൺ എന്ന് പറഞ്ഞു? അതെന്താ? സാറേ, വിക്കിപീഡിയ പറയുന്നത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ വധുവരന്മാർ ഒരുമിച്ച് ചെലവഴിക്കുന്ന കാലയളവാണ് ഹണിമൂൺ അല്ലെങ്കിൽ മധുവിധു എന്ന് സാധാരണയായി പറയാറുള്ളത്. ശരി, കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായി. അപ്പൊ ഇനി ഹണിമൂൺ സാധ്യതയില്ല. അടുത്തത്, വിവാഹത്തിന് തൊട്ടു പിന്നാലെ ദമ്പതികൾ ഒരുമിച്ച് തൊട്ടു പിന്നാലെ കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ പിന്നെ അത് പോയി. അല്ല, കല്യാണം നടത്തുന്ന യാത്ര ഹണിമൂണിൽ വളരെ പ്രാധാന്യം നൽകപ്പെടുന്നു. യാത്രകൾ ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. ഞങ്ങൾ രാത്രിയൊക്കെ ഫുൾ ഡ്രൈവ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പാലയിൽ നിന്നൊക്കെ
ഹണിമൂണിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക്കായി കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ എവിടെയാണ് റൊമാൻറ്റിക്കായിട്ട് ഏറ്റവും റൊമാൻറ്റിക്കായിട്ടുള്ള സ്ഥലം? ഫ്രാൻസാണ്. എനിക്ക് ഭാഷ കുറച്ച് പ്രശ്നമുണ്ട് അവിടെ. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫ്രഞ്ച് അറിയില്ല. അപ്പോൾ അവിടെ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ ഫ്രാൻസ്. ഫ്രാൻസ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലം. പിന്നെ താജ്മഹൽ, അത് ഷാജഹാൻ്റെ ഭാര്യ മരിച്ച ഒരു ഖബറടക്കമാണ്. അവിടെ പോയിട്ട് നമ്മൾ മരിച്ചൊരു ഭാര്യയുടെ ഓർമ്മയിൽ എന്തിനാ പറഞ്ഞു അത് വേണ്ട. അപ്പോൾ പിന്നെ വേറെ എവിടെ പോകുന്നു? ചേച്ചിക്ക് എവിടെ പോകാൻ ഇഷ്ടം? കാണാൻ പോകണം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. എന്നെ കാണാൻ തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഏട്ടനെ കാണാൻ തോന്നുമ്പോൾ വരും. ഏട്ടൻ നമ്മളിപ്പോ ഇതിന് മുന്നേ കല്യാണം കഴിഞ്ഞതിന് മുന്നേ അല്ലേ നമ്മള് കൊറേ സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ? അതൊക്കെ എന്താ ഹണിമൂണ? കല്യാണത്തിന് തൊട്ട് പിന്നെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമുക്കില്ല. നമുക്ക് 2 ആഴ്ച കഴിഞ്ഞു. നമുക്ക് ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടെയാണ് ഉണ്ടാക്കി തന്നത്. നമ്മുടെ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കുറേ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് കമന്റ്സും കാര്യങ്ങൾ ഇല്ല, അത് ആര് പോസ്റ്റ് ചെയ്തോ അവർക്കാ വന്നത്. ഞങ്ങളെ പറ്റി പോസ്റ്റിന്റെ അടിയിൽ വന്നു ഒരു കുറേ നെഗറ്റീവ്സ് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടില്ല. കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം മാറിയിട്ട് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ അതിനെ നോക്കി കാണുന്നത് എങ്ങനെ? ഒത്തിരി സന്തോഷം. നല്ലവരല്ലേ മനുഷ്യരെല്ലാവരും. എന്താ ഓണം കഴിഞ്ഞപ്പോൾ മാവേലി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാം ഓക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നൊന്നും ഞാൻ പറയില്ല. ബേസിക്കലി ഞങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തുറന്നു പറയാനുള്ള അവസരം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഒരുക്കി തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അത് മനസ്സിലാക്കിയവർ ചിലർ പറഞ്ഞത് തെറ്റായിപ്പോയി തിരുത്തി. ബാക്കിയുള്ളവർ വീണ്ടും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നമില്ല. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, ഇനി എന്ന് ചോദിച്ചാലും ഞാൻ പറയും, ഈ കമൻസ് ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കുഞ്ഞുമോളെ എഫക്റ്റ് ചെയ്തിരുന്നു, ഇപ്പം ഇനി കുഞ്ഞുമോളെ എഫക്റ്റ് ചെയ്യില്ല. എൻ്റെ മക്കളെ എഫക്റ്റ് ചെയ്യില്ല. മക്കളൊക്കെ എവിടെ? വീട്ടിലാണ്. ഓ, വേറെ വീട്ടിലല്ലോ താമസിക്കുന്നത്. ഞാനിപ്പോൾ പുള്ളിക്കാരുടെ അമ്മായച്ചൻ്റെ വീട്ടിലാണ് വന്നേക്കണത്. നല്ല അമ്മായിമ്മയുണ്ട്. ഉണ്ട് നല്ല നല്ല കണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കമന്റ്സിലേക്ക് ആയിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു രോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് രോഗം ആവട്ടെ, നോ പ്രോബ്ലം. അവർ കമൻറ്റ് ചെയ്തവർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതും ഞങ്ങൾക്ക് കമൻറ്റ്സ് വന്നു, ഞങ്ങളെ വിറ്റ് കാശാക്കുകയാണെന്നൊക്കെ പറയുന്ന ഈ കമൻറ്റ്സൊക്കെ ചിരിയാണ് വരുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ്, എനിക്ക് ചാനലുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. കുഞ്ഞുമോക്ക് യൂട്യൂബും ബാക്കി ഇൻസ്റ്റാഗ്രാമും എല്ലാത്തിലും ഞങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല. ഈ രീതിയിൽ പറഞ്ഞ ആൾക്കാർ മുഴുവനും ഞങ്ങൾക്ക് വന്ന് തരുന്ന ലൈക്കും കമൻസും ഒക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്, വി അക്സെപ്റ്റ്. പക്ഷെ ഞങ്ങൾക്ക് കമൻറ്റ് കിട്ടി, ഞങ്ങളെ ഇത് ചെയ്തു, സമ്മതിച്ചു. അവർ പറഞ്ഞത് അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ പൊട്ടത്തരം, അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ആ നെഗറ്റീവ് കമൻറ്റ്സ്. പോസിറ്റീവ് കമൻറ്റ്സ് എത്ര നല്ല ആൾക്കാർ എത്ര സ്നേഹത്തോടെ ചെയ്യുന്നത്. എത്ര ആൾക്കാരാണ് പറയുന്നത് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, പലരും വിളിച്ച് കരയുന്നുണ്ട്, ഒത്തിരി സന്തോഷപ്പെടുന്നുണ്ട്, ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. വി ആർ സോ ഹാപ്പി. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാം, നല്ലതാണ്. കുഞ്ഞുമോൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, സന്തോഷമേ ഉള്ളൂ. ആ കമൻസിന് താങ്ക് യു എന്നല്ലേ പറയാൻ പറ്റും. ബാക്കി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ട് പോട്ടെ, കുഴപ്പമില്ല. ഇപ്പം അത് വന്നപ്പോഴത്തേനും എല്ലാം പോസിറ്റീവ് കമൻസ് ആയിട്ട് മാറി നല്ലതാണ്. അത് ഒത്തിരി ഞങ്ങൾക്ക് വലിയൊരു കുടുംബം, ഈ ലോകം മുഴുവൻ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ ഈ ലോകം മുഴുവൻ ഞങ്ങൾക്കൊരു വലിയൊരു കുടുംബത്തിന് കിട്ടും. അപ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വിദേശ രാജ്യത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. എല്ലാ രാജ്യത്തും എല്ലാം അറിയാവുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ അത് വിദേശമല്ലല്ലോ, സ്വദേശമല്ലേ. പോണം, എന്നാലും കുഴപ്പമില്ല. അല്ല, അവിടെ ഉള്ളവർ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ലേ. അതെ. അപ്പൊ സ്വദേശമായില്ലേ അത്? അതെ. അപ്പൊ പിന്നെ എങ്ങനെ വിദേശത്ത് പോവും? അപ്പൊ എങ്ങും പോകാൻ പറ്റില്ലല്ലോ. എങ്ങും പോകാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇനി ഹണിമൂൺ നടക്കൂല കേട്ടോ, വിദേശത്ത് പോകാൻ പറ്റില്ല. ഇല്ലല്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ പൊതുവേ ഈ ലെവലിലോട്ട് ഇറങ്ങാറില്ല. എൻ്റെ കോളേജിൽ കൂടെ പഠിച്ച ആൾക്കാർക്കറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ്. കോളേജിലുള്ളവർക്ക് വന്നായിരുന്നു കല്യാണത്തിനല്ല, റിസപ്ഷൻ വന്നിരുന്നു. എല്ലാവരും വിളിക്കുന്നുണ്ട്. കുറച്ച് പേര് വന്നു, കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല.
എൻ്റെ അറിയാലോ എനിക്ക് 49 വയസ്സാണ്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വിടുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയ്ക്ക് എൻ്റെ കല്യാണത്തിന് വരണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമമാവും. കാരണം ഞാൻ പുതിയതായിട്ട് കല്യാണം കഴിച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാവുകയെ. അവർ കല്യാണം കഴിഞ്ഞ് 10-20 വർഷമായി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും കൂട്ടുകാരന്മാർ പറഞ്ഞോ? വേറെ ചില കൂട്ടുകാരൊക്കെ എടാ നീ വീട്ടിൽ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അവർക്ക് സന്തോഷം. താങ്ക് യു. ഇപ്പോൾ ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞു. എനിക്കറിയില്ല. ഞാനല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞു. ശരി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കൂടി ചേച്ചിക്ക് കട്ട ഫാൻസ് കൂടിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഫാൻസിൻ്റെ കമൻസും അതുപോലെ തന്നെ നേരത്തെ കട്ട ഫാൻസ് ഉള്ള ആളാ. ശരിക്കും എത്ര പേര് വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് അവരെന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ ഇതിനർത്ഥം. നമ്മളും എന്താണ് അവരെ കുടുംബത്തിലെ ഒരു അംഗമായി. ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. വിദേശമില്ല. അത് വിടാതെ പിന്നെ അത് നമുക്ക് കുറച്ച് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലേ 1-2 ആൾക്കാർ മോശം കമന്റ്സ്, അത് കുഴപ്പമില്ല, പോട്ടെ. അത് നേരത്തെയും ചെയ്യുന്നതല്ലേ. അതിലും ഈ ഇൻസ്റ്റാഗ്രാമത്തും ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ, ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഏട്ടനുമായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. 2 വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ ഈ കൈവിൻ്റെ ഇത്ര പോലെ പോഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. നേരത്തെ എത്ര നാൾ മുമ്പ്? അത് കല്യാണത്തിന് ഞങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തപ്പം എൻ്റെ കൈ ഞാൻ വാടകയ്ക്ക് കൊടുത്തിരുന്നു ഒരു വീഡിയോയ്ക്ക് വേണ്ടി. ഈ ഒരു സംഭവം മാത്രമേ അതിനകത്ത് കാണുള്ളൂ ഞാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ആയിട്ടപ്പോൾ എല്ലാവരും നല്ല കമൻസ്. അതിൽ 2-3 ഇങ്ങനെ ഈ ലൈഫ് പോയിന്റ് പരസ്യങ്ങളുണ്ട്. എത്ര സോപ്പ് വെച്ച് വിളിച്ചാൽ ഈ 2 കൃമികൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലേ. ആ 99 കഴിഞ്ഞിട്ടുള്ള ബാക്കി ആ 0-1 അത് അത്രയും അതുണ്ടാവും. അത് ലൈഫ് ബോയ് തന്നെ പറയുന്നുണ്ട്. അത് ബാക്കി ഉണ്ടാവും എന്ന് പറയുന്നത്. 99% ഡെറ്റോൾ കഴുകിക്കളയും. ബാക്കി ആ 1% അവിടെ ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ. അത്രേ ഉള്ളൂ. അല്ല ഫോളോവേഴ്സ് കയറി സന്തോഷം, ഇതൊക്കെ ഉള്ളൂ. ഇനി പറഞ്ഞൊന്നും പറയാനില്ലാണ്ടായി. ഈ എനിക്ക് പറയാനില്ലാണ്ടൊന്നും ആയിട്ടില്ല. ചോദിച്ചോ. എനിക്കാണ് എല്ലാം പറയാനുണ്ട്. ഇപ്പോൾ രണ്ടാം വിവാഹമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ. ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുമോളെ കല്യാണം കഴിക്കുന്നത്. അല്ല, സാറിൻ്റെ ആദ്യത്തെ ഒരു വിവാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇത് ചെയ്യണം. ഇന്ന് ലഞ്ച് കഴിച്ചു. എത്രാമത്തെ ലഞ്ചായിരുന്നു അത്? അതിപ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെ കല്യാണം കഴിച്ചു. ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ ഭാര്യയുടെ കൂടെ. ഞാൻ സന്തോഷവാനാണ്. എനിക്കത് ഇന്നലെ ഞാൻ കഴിച്ചത് എന്താണ്, അത് ദഹിച്ചോ എന്ന് കുത്തി നോക്കാനോ അല്ലെങ്കിൽ 10 വർഷം മുന്നേ എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ച് എനിക്ക് സമയം കളയാനുമില്ല. എൻ്റെ ലൈഫ് ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഹാപ്പിയാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എന്ത് തോന്നുന്നു, ഇപ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു മൊത്തത്തിൽ പറയാനായിട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയാണ് ചെയ്തത്. ചടങ്ങുകളോടുകൂടി ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഇത് ചെയ്യണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തിരുന്നു? കുഞ്ഞുമോൾക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നത് 4 പേരറിഞ്ഞ് നല്ല രീതിയിൽ നടത്താം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആചാരം അനുസരിച്ച് നടത്തിയാൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തിക്കുട്ടിയും ഞാനും കുഞ്ഞുമോളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഈ പൂജാരിനെ വിളിച്ച് അദ്ദേഹത്തിനടുത്ത് സംസാരിച്ച് ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ചതാണ്. അത് വീട്ടിലും പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനോട് കൂടി തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വീട്ടുകാരും അത് വേണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. ശരി, ഇത് സംഭവിച്ചു. ഓക്കെ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടന്നു. ഇപ്പോൾ ചില യൂട്യൂബ് ചാനലിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതിലൊരു സത്യാവസ്ഥ കാരണം രസകരമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല റൈറ്റേഴ്സ്,
മലയാള സിനിമയ്ക്ക് നല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് നല്ല, ലോക സിനിമയ്ക്ക് ഇതുപോലെ റൈറ്റേഴ്സിനെ കിട്ടില്ല. എന്താ ടൈറ്റില്? ദിവ്യ ഒറ്റയ്ക്ക്, ക്രിസ് ഇറങ്ങിപ്പോയി, മക്കളില്ലാതെ ഹരിദ്വാറിലേക്ക്. ഇതൊന്നും നടന്നിട്ടേ ഇല്ല. എന്തൊരു ഇന്ന് കണ്ട ഇത് ദിവ്യ പ്രഗ്നന്റ് ആയിന്ന്. ഒറ്റയ്ക്ക് പ്രഗ്നന്റ് ആയി. ആ ന്യൂസ് അങ്ങനെ കൊടുത്തോണ്ടാണ് ദിവ്യ പ്രഗ്നന്റ് ആയിന്ന് പറഞ്ഞത്. ഞാൻ കണ്ടായിരുന്നു, ഞാൻ കാണിച്ചില്ല. ആരണ്യം എന്ന സിനിമയിൽ ഒരു പാട്ട് സീനിൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിട്ട് അഭിനയിക്കുന്ന സീൻ കട്ട് ചെയ്തിട്ട് ദിവ്യ പ്രഗ്നന്റ് ആയി 14 ദിവസത്തില്. ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കണേ? ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഗർഭോ? ഒരു ലിമിറ്റില്ലേ കഥ പറയുന്നതിലൊക്കെ? അത് ഇത്രയും വയറ്, കല്യാണത്തിന് വയറില്ല. 14 ദിവസം കൊണ്ട് ഇത്ര 9-ാം മാസം. കുഞ്ഞുമോളെ, നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് 3 വർഷം വരെ ഗർഭം നീളാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഗർഭം കുട്ടി ഉണ്ടാവുകയും ചെയ്യാം. ഇപ്പൊ ഭാവിയിലേക്ക് ഇത് വരാം. ഏത് ഇൻസ്റ്റന്റ് പ്രസവം? ഇൻസ്റ്റന്റ് അല്ല, പുതിയൊരു അതിഥി കൂടി വരാലോ. അത് വരാം, വരട്ടെ. അതെന്തൊക്കെയാണെങ്കിലും വേണമല്ലോ, എന്തൊക്കെയാണെങ്കിലും വരൂലോ. വരട്ടെ, അതിനെന്താ. പക്ഷെ അത് വിദേശത്ത് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നേരത്തെ ഹണിമൂണിന്റെ കാര്യം പറഞ്ഞില്ലേ? ഈ ഹണിമൂണിന് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അതാണ് ചോദ്യം. ഹണിമൂണിന് ഇനിയാണെങ്കിലും പോകാം സാർ. പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ഉടനെ, വിക്കിപീഡിയ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഉടനെ പക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക്, അത് മറ്റേ പ്രണയാതുരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്. അവിടെ എനിക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട്, കുഞ്ഞുമോക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട്, പിന്നെ വിദേശമില്ല. എല്ലാ സ്ഥലത്തും ആൾക്കാർ ഞങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ സ്വദേശമാണ്. ഇതൊന്നും നടക്കൂല. കല്യാണം കഴിഞ്ഞ് 14 ദിവസവും കഴിഞ്ഞു. നമ്മുടെ സമയത്തിനനുസരിച്ചല്ലേ പോകുന്നത്. ഇപ്പൊ അങ്ങനെയായോ? ഇത്ര നേരം വായിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ അല്ലല്ലോ. ഹണിമൂൺ എന്താന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞു ഇതല്ല. മാറി സാറേ, അങ്ങനെ മാറ്റാൻ പാടില്ല. ഇപ്പൊ മാറിന്നേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സമയം, നമ്മുടെ സമയം. സാറാണെങ്കിൽ ഓടി നമ്മുടെ സമയം മാറ്റി വെച്ചിട്ട് സാർ അതിൽ തന്നെ പിടിച്ചെടുക്കുന്നു. ഞാൻ കൈയെടുത്തു. നിങ്ങള് അങ്ങ് വിടാം.